രോഗവ്യാപനമില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിസൂക്ഷ്മമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. രണ്ട് രീതിയിൽ പ്രധാനമായിട്ടും. ഒന്ന്, സമ്പർക്ക പട്ടികയിൽ എല്ലാവരും തന്നെ, അതായത് ഈ കേസുമായി ഈ മകനുമായി ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളും ഉൾപ്പെട്ടിട്ടുണ്ട്. അതൊരു പർട്ടിക്കുലർ പീരീഡിലാണ്. അതായത് ഒരു 10-ാം തീയതി തുടങ്ങി പിന്നീട് ഈ വിവിധ ആശുപത്രികളിലൊക്കെ പോയ ആ സമയങ്ങളിലൊക്കെ. അപ്പോൾ അത് കൃത്യമായ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് പരമാവധി CCTV ദൃശ്യങ്ങളും അല്ലാതെയുള്ള ആളുകളോടുള്ള ഇൻട്രാക്ഷനിൽ നിന്നും പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയും അല്ലാത്തവ CCTVയിൽ നിന്ന് പോലീസിൻ്റെ കൂടി സഹായത്തോടുകൂടി അങ്ങനെയാണ് കോൺടാക്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്നലെ പറഞ്ഞതുപോലെ 406 പേരാണ് ഈ ലിസ്റ്റിലുള്ളത്. ഇതുകൂടാതെ മറ്റൊരു പ്രവർത്തനം നടത്തുന്നത്, ഏതാണ്ട് ഇന്നലെ വൈകുന്നേരം വരെ 7200-ലധികം വീടുകൾ 2 പഞ്ചായത്തുകളിലുമായി, പാണ്ടിക്കാടും ആനക്കയത്തുമായി 7200-ലധികം വീടുകൾ സന്ദർശിച്ചിട്ടുണ്ട്. ട്രെയിൻഡായിട്ടുള്ള ടീമുകളാണ് സന്ദർശനം നടത്തുന്നത്. ഇന്ന് ആനക്കയത്ത് കൂടുതൽ ടീമുണ്ട്. ഇന്നലെ 80 ടീമായിരുന്നു. ഇന്ന് 95 ടീം അവിടെ സന്ദർശനം നടത്തുന്നുണ്ട്. പാണ്ടിക്കാട് 144 ടീമുകളായിട്ടാണ് അവിടെ സന്ദർശനം നടത്തുന്നത്. 2 പഞ്ചായത്തുകളും നല്ല നിലയിൽ സഹകരിക്കുന്നുണ്ട്. അതുകൂടാതെ ജില്ലയിലെ മിനിസ്റ്റർ, MP, MLA മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരെല്ലാവരെയും ചേർത്ത് ഇന്നലെ ഒരു യോഗം നടന്നിരുന്നു. അതിനുശേഷം ഇവിടുത്തെ MLA അദ്ദേഹം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ യോഗം ചേർന്നിരുന്നു. സർവകക്ഷി യോഗമൊക്കെ ചേർന്ന് അങ്ങനെ എല്ലാവരുടെയും പങ്കാളിത്തവും സഹകരണവും അതിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 19 സാമ്പിളുകളാണ് പരിശോധിക്കുന്നത്. ആ 19 സാമ്പിളുകളിൽ 5 സാമ്പിളുകളാണ് ഹൈറിസ്ക് കോണ്ടാക്റ്റിൽ ഉള്ളത്. NIV പൂനെയിൽ നിന്നുള്ള മൊബൈൽ ലാബ് ഇന്നലെ തന്നെ അവിടെ എത്തിയിരുന്നു. ഇന്ന് രാവിലെ ഇപ്പോൾ അവർ പ്രവർത്തനം തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യ 2-3 ദിവസം കോഴിക്കോട് തന്നെയാണുള്ളത്. മഞ്ചേരിയിൽ അവർ ഷിഫ്റ്റ് ചെയ്യുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ ദിവസം ഇതൊന്ന് അവർ നേരത്തെ കഴിഞ്ഞ വർഷം കോഴിക്കോട് വന്ന് പ്രവർത്തിച്ചൊരു അനുഭവ പരിചയം ഉള്ളതുകൊണ്ട് ഇതൊന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്നുള്ള നിലയിലാണ് അവർ വന്നിട്ടുള്ളത്. ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജ് NIV പൂനെയിൽ നിന്നുള്ള ടീം സന്ദർശിച്ചിരുന്നു. ഇന്ന് ഈ മീറ്റിങ്ങിൽ NIV പൂനെയുടെ ബാച്ച് സർവൈലൻസ് ടീം, പ്രത്യേകിച്ച് ആലപ്പുഴ കേന്ദ്രീകരിച്ച് ഉള്ള ഡോക്ടർ ബാലസുബ്രഹ്മണ്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീം അംഗങ്ങൾ കൂടി ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അവർ ഈ പ്രദേശങ്ങൾ സന്ദർശിച്ച് ബാറ്റ്സിൻ്റെ സാമ്പിളുകൾ പരിശോധിക്കും, അത് ശേഖരിക്കും. വവ്വാലുകളുടെ സാമ്പിളുകൾ ശേഖരിക്കുകയും ആ സാമ്പിളുകൾ പരിശോധിച്ച് വൈറസിനെ കണ്ടെത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കും. എന്നിട്ട് വൈറസ് ഉണ്ടെങ്കിൽ ജിനോമിക് സീക്വൻസിങ് നടത്തും. അപ്പോൾ ഇന്നലെ IAB നടത്തിയ ഒരു പരിശോധനയുടെ കാര്യം പറഞ്ഞിരുന്നു. പാർഷ്യൽ സീക്വൻസിങ് നടത്തിയിരുന്നു. ആ പാർഷ്യൽ ജിനോമിക് സീക്വൻസിങ്ങിൽ ഈ സാമ്പിളിലെ വൈറസ് വവ്വാലുകളിലെ വൈറസിൻ്റെ അതേ വേരിയൻ്റാണ്. അതായത് കേരളത്തിൽ കണ്ടെത്തിയ 2023 ഉൾപ്പെടെ കണ്ടെത്തിയ വവ്വാലുകളിലെ വൈറസിൻ്റെ അതേ വകഭേദമാണ് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. ഇതുകൂടാതെ ഈ നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായിട്ടുള്ള പ്രോട്ടോകോൾ പാലിക്കണമെന്നുള്ളത് തന്നെയാണ്. 21 ദിവസമാണ് ഐസൊലേഷൻ. നമുക്കിതിന് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈനുകളുണ്ട്. അതുകൂടാതെ ലാസ്റ്റ് കോണ്ടാക്ട് വിത്ത് പേഷ്യൻറ്റ് ആ ദിവസം തൊട്ട് 21 ദിവസം എന്നുള്ളതാണ്. അത് ഐസൊലേഷനിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതും. അതോടൊപ്പം ജില്ലയിൽ പൊതുവെ എല്ലാവരും ഈ രോഗവ്യാപനം തടയുന്നതിന് വേണ്ടി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാസ്ക് ധരിക്കണം എന്നുള്ളതുമാണ്. ഇത് തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്.